റഷ്യൻ ആക്രമണം നീളുന്നതിനിടയിലും ഉക്രൈൻ ജനത പ്രത്യാശയുള്ളവരാണ് എന്ന് കാർക്കീവ് സപ്പോറിഷ്യയിലെ സഹായമെത്രാൻ ജാൻ സുബിലോ. ഉക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചിട്ട് ഫെബ്രുവരി 24-ന് 3 വർഷം തികയുകയാണ്. ഈ അവസരത്തിലാണ് ബിഷപ്പ് സുബിലോ യുദ്ധത്തിൻ്റെ കെടുതികൾ വേഗം അവസാനിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. വത്തിക്കാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും സാമ്പത്തിക സഹായത്താൽ ഉക്രൈനിലെ കത്തോലിക്ക സഭ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേകമായ ശ്രദ്ധയും കരുതലും ഉക്രൈൻകാർക്കൊപ്പം ഉണ്ടെന്നും ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള വത്തിക്കാൻ്റെ ഇടപെടലുകളും അമേരിക്കയിൽ പുതിയതായി അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകൂടവും പ്രത്യാശയെ ജ്വലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രികാലങ്ങളിലാണ് റഷ്യൻ ആക്രമണം കൂടുതലായി നടക്കുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ സപ്പറീഷ്യ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒഡേസ നഗരത്തിൽ ജനുവരി 31-ന് കനത്ത മിസൈൽ ആക്രമണമുണ്ടായി. പ്രസിദ്ധമായ ബ്രിസ്റ്റൽ ഹോട്ടലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉക്രൈനിൽ. വത്തിക്കാൻ്റെയും മറ്റ് സഹായത്താൽ ആഴ്ചയിൽ 3 ദിവസം ആളുകൾക്ക് ബ്രെഡ് വിതരണം നടത്തുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 1500-ലധികം പേരാണ് അതിനായി കാത്തു നിൽക്കുന്നത്, ബിഷപ്പ് സുബില്ലോ പറയുന്നു. വളരെ ദുരിതപൂർണമായ പശ്ചാത്തലത്തിലും യുവജനങ്ങളിൽ പ്രത്യാശ ജ്വലിപ്പിക്കാനായി സഭ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഫെബ്രുവരി 1-ാം തീയതി ഫ്രാൻസിസ് പാപ്പ അവിടുത്തെ യുവജനങ്ങളുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉക്രൈൻ യുവജനങ്ങൾ പാപ്പായോട് തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. അവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകിയ പാപ്പ ദൈവസ്നേഹവും രാജ്യസ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്തു. പാപ്പായുമായുള്ള കൂടിക്കാഴ്ച വളരെയധികം പ്രത്യാശാജനകമായിരുന്നുവെന്നും ഉക്രൈനിലെ ജനത്തോടുള്ള വത്തിക്കാൻ്റെയും മറ്റും ഐക്യദാർഢ്യമാണ് തങ്ങളെ പ്രതീക്ഷയുള്ളവരാക്കുന്നതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് ജാൻ സുബില്ലോ പറഞ്ഞു.